ദുരന്ത ഭൂമിയുമായി ബന്ധപ്പെട്ട 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിലൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുരന്തത്തിൽപ്പെട്ട 8 ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് 5 ഹെക്ടർ ഭൂമിയുടെ ROR നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതാണ്. ഫോറസ്റ്റ് വകുപ്പിനോടുകൂടി ആലോചിച്ച് അവരുടെ NOC കൂടി സമാഗതമാക്കിയിട്ടാണ് കളക്ടർ നൽകിയിട്ടുള്ള ശുപാർശയിൽ ഈ തീരുമാനം ഗവൺമെൻറ് എടുത്തത്. അതനുസരിച്ച് പുഞ്ചിരിമറ്റം ഉന്നതിയിലെ 5 കുടുംബങ്ങൾക്കും പുതിയ വില്ലേജ് ഉന്നതിയിലെ 3 കുടുംബങ്ങൾക്കും വയനാട് ടൗൺഷിപ്പ് മാതൃകയിലുള്ള പുനരധിവാസ പദ്ധതി അനുസരിച്ചിട്ടുള്ള വീടുകൾ ഈ ഭൂമിയിൽ പണിതു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏറാട്ടുകൊണ്ട ഉന്നതിയിലെ 5 കുടുംബങ്ങളെ കൂടി മുണ്ടക്കൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇതേ 5 ഏക്കർ ഭൂമിയിൽ തന്നെ 10 സെൻറ്റ് വീതം അവർക്ക് കൊടുത്ത് അവിടെ അവർക്ക് വീട് കൂടി നൽകാനുള്ള തീരുമാനമെടുത്തു. 2, നമ്മൾ പുത്തുമലയിൽ കണ്ടിട്ടുള്ള ബറയിൽ ഗ്രൗണ്ടിൽ ഒരു നിത്യസ്മാരകം ഉണ്ടാക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഗവൺമെൻറ് അംഗീകരിച്ച് ജില്ലാ നിർമ്മിതിക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി 99,93,000 രൂപയ്ക്ക് അതിനുള്ള ഭരണാനുമതി ഔപചാരികമായിട്ടുള്ള അനുമതി ഇന്ന് ക്യാബിനറ്റ് നൽകുകയുണ്ടായി. എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അനുമതി നൽകുകയുണ്ടായി. അത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ വേഗതയിൽ ആരംഭിച്ച് ചെറിയ കാലം കൊണ്ട് തീർക്കണം എന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ശരിയായതും തെറ്റായതും തെറ്റിദ്ധാരണാജനകവുമായതുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി അടുത്ത ദിവസം ഒരു സർക്കുലർ ഇറക്കി തന്നെ ജില്ലാ കളക്ടർ നിർവഹിക്കും. ഇപ്പോൾ 8-ാം മാസം വരെ, അതായത് 31/8/2025 വരെയാണ് ഈ ചികിത്സാ പദ്ധതിക്ക് ഫെബ്രുവരിയിൽ ഇറങ്ങിയ നിർദ്ദേശമനുസരിച്ച് നമ്മൾ അംഗീകാരം കൊടുത്തിരുന്നത്. അതിപ്പോൾ ഡിസംബർ വരെയാക്കി മാറ്റി. എന്ന് മാത്രമല്ല അവിടെയുള്ള ബില്ലുകൾ DMOയും മെഡിക്കൽ ടീമും പരിശോധിച്ചുകൊണ്ട് റീഇംബേഴ്സ്മെൻ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് CMDRFൽ നിന്ന് 6 കോടി രൂപ ഇന്ന് അനുവദിച്ചു. അതുകൊണ്ട് മെഡിക്കൽ ബില്ലുകൾ അതിവേഗം തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. പുനരധിവാസത്തിൻ്റെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും DDMAയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണ്. പലരും പല വഴിയിൽ നിന്ന് ഇന്ന വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ മന്ത്രിമാർ ഉത്തരം പറയാത്തത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ അവസാനത്തെ ധാരണയുണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയവർ എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു നയപരിപാടി.